സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം അത് അവസാനിപ്പിക്കുകയാണ്. നാളെയായിരിക്കും സമരം അവസാനിപ്പിക്കുക. പക്ഷേ പോരാട്ടം തുടരും. ഇനിയുള്ള സമരങ്ങൾ അത് ജില്ലാ തലത്തിലാകും നടത്തുക. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആശാപ്രവർത്തകർ സമരം തുടർന്നത്. അത് ഇനിയും തുടരുന്നതായിരിക്കും. കഴിഞ്ഞ 265 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ തുടർന്നു വന്ന രാപ്പകൽ സമരം നാളെയോട് കൂടി അവസാനിപ്പിക്കുമെന്നാണ് ആശമാർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 265 ദിവസങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവും പകലും മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തവരാണ് നിങ്ങൾ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മൾ വെച്ച ഏകദേശം എല്ലാ ഡിമാൻഡുകളും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അതിനകത്ത് നിർണായകമാണ്. കാരണം 265 ദിവസം നമ്മൾ 60 ദിവസം വരെ നമ്മളോട് ഞങ്ങളിവിടെ അല്ല സമരം ചെയ്യണമെന്ന്, കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി തന്നെ ഓണറേറിയം വർധന പ്രഖ്യാപിക്കുന്നതിലൂടെ ഞങ്ങൾ പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ സമരത്തിൻ്റെ ഒരു ഏറ്റവും വലിയ വിജയമാണത്. ഇനിയുള്ള പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ 21,000 രൂപ മിനിമം വേതനം എന്നുള്ളത് നേടിയെടുക്കുന്നവർ നമ്മൾ സമരം തുടരും. നമ്മുടെ ഇവിടുത്തെ ഈ സമര രൂപ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സമരം തുടരുകയാണ്. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം 5 ലക്ഷം രൂപ. അത് ആ ഡിമാൻഡ് നേടിയെടുക്കുന്നവർ നമ്മൾ സമരമായിട്ട് പോകും. സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിജയം നേടിയ സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മറ്റു ചിലർ വരുന്നു എന്നൊരു ആക്ഷേപം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. എന്താണത്? അത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാ ജില്ലയിലും ആഹ്ലാദ പ്രകടനവും അഭിനന്ദന പ്രവാഹങ്ങളും ഒക്കെയാണ്. അത് പൊതുസമൂഹം വിലയിരുത്തും. ഞങ്ങൾ അതിനകത്ത് അവർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. അത് അവരപഹാസ്യരാകുന്നു. കാരണം ഞങ്ങൾ നടത്തിയ ഈ ത്യാഗനിർഭരമായ സമരത്തിലൂടെയാണ് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായത്. നാളെ രാവിലെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന മഹാറാലി കൂടി ഈ സമരപന്തലിന് മുന്നിൽ ഉണ്ടായിരിക്കും. അതിനുശേഷമാകും ജില്ലാ കേന്ദ്രങ്ങളിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കുക. സുജിത് തോമസ്, JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.